ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതുതായിട്ട് എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി സ്ഥലം, ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇന്ന് ആ മലയെക്കുറിച്ച് ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ മല വരുന്നത്. പേര് മരുതിമല എന്നാണ്. മുട്ര സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി അകത്തോട്ട് പോകണം ഈ സ്ഥലത്തേക്ക് വരാൻ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. വാ. അതുകൊണ്ട് ഇവിടെ വണ്ടി താഴെ വരെ വരൂ. ഫുള്ള് പാറയൊക്കെ, കുറച്ച് നടക്കാറുണ്ട് മേളി വരെ. അത് ഇപ്പുറത്തെ സൈഡ്, ആ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ പറഞ്ഞാൽ അപ്പുറത്തൂടെ കയറി കഴിഞ്ഞാൽ ചിലപ്പം ലേഡീസായിട്ടൊക്കെ വരുന്നവർ കയറാൻ ഭയങ്കര പാടായിരിക്കും. ഒരു റബ്ബറിൻ തോട്ടത്തിനകത്തൂടെ കയറി പോകുന്നത്. ഇത് റബ്ബറിനകത്താണ് നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് പാറയൊക്കെയാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ കറക്റ്റ് കണക്ക് വരെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 ഏക്കറിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ, ആരാണ്ട് ലവറിൻ്റെ പേരൊക്കെ എഴുതി വെച്ചേക്കുക. കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഈ ഉച്ച സമയത്ത് വരുമെന്ന് നിങ്ങൾ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തോണം കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നും താഴെ കടയൊന്നും പെട്ടെന്നില്ല. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൻ്റെ അടുത്ത് ഇറങ്ങി പോകണം. ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട്. കുടയൊക്കെ എടുത്തോണേ. ഇതുണ്ടോ, തൊട്ട് മേളിലൊരു പാറക്കോറിയൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ പാറ പൊട്ടിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത്. നല്ല ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. എമ്മാര് പ്രശ്നക്കാരന്മാരാ, ഒന്നും ചെയ്യത്തില്ല എൻ്റെ ഇവിടേക്ക്. എമ്മാര് പ്രശ്നക്കാരന്മാരാ. ഇവിടെ ഈ കുരങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് കാറ് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടേ വരാവുള്ളൂ. ഇല്ലെങ്കിൽ അവന്മാർ വിഷയം ഉണ്ടാക്കും. പണ്ടില്ല സ്പടിക സിനിമയിലെ കണ്ടതില്ല, ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ ഉണ്ട് കേട്ടോ. ഫുള്ള് പാറയുടെ സ്ഥലം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ വന്നിരിക്കുക എന്നും പറഞ്ഞ് വെയിലടിച്ച് ഉപ്പാട് വരും. ഫുള്ള് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡ് വഴി നമുക്ക് പോകണ്ടേ, ഇതിൻ്റെ അപ്പുറത്തെ റൗണ്ട് വഴി നമുക്ക് പോകണ്ടേ. ഇനിയിപ്പോൾ ഏതായാലും അത് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോകണം. ഇതിപ്പുറ സൈഡാണ് പാറയുടെ. ലാസ്റ്റിൽ ഇവിടെ കേസ് നടന്ന് ഇവിടുത്തെ കോറി നിർത്തലാക്കിച്ചതാണ്. പിന്നെ ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുപ്പിക്കുമായിരുന്നു ഈ മരുതിമല എന്ന് പറഞ്ഞ ഈ പാറ. ഏകദേശം ഇത്രയും അവർ പൊട്ടിച്ച് അങ്ങ് ചെന്നായിരുന്നു. നല്ല അത് ഫുള്ള് ഇവിടെ പാറ പൊട്ടിച്ചവർ തീർത്ത ഏരിയകളാണ്. അതുകൊണ്ട് ഇത് വഴി വേണമെങ്കിൽ ക്ലൈംബ് ചെയ്ത് പോകുന്നവർക്ക് വേണമെങ്കിൽ ഇതിന് ടോപ്പ് മേളിൽ കയറി ചെല്ലാം. പിന്നെ റിസ്ക് എടുത്ത് കയറണം. കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുറേ ആളുകളൊക്കെ കയറിയിട്ടുണ്ട് ഇതിനകത്തൂടെ. നിങ്ങൾക്കും വേണമെങ്കിൽ കയറാം. തക്കാലം ഇനി നമ്മൾ ഈ സ്ഥലത്തുനിന്ന് മാറി ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ പോവാം. ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഫോട്ടോയൊക്കെ വന്നെടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഉറപ്പായിട്ടും വരണം കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ് അത് കേട്ടോ. നമുക്കിനി അടുത്ത് ഇനി മേളിലോട്ട് കയറിയിട്ട് ഇനി ബാക്കി എന്തോന്നൊക്കെ നോക്കാം. ഓക്കെ, വാ. കണ്ടോ, ഇനി നമ്മൾ കുറേ പടി കയറി വേണം ഇനി നമുക്ക് മേളിൽ കയറി ചെല്ലാം. നല്ല രസമാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണ്ട് എൻ്റെ അത്ര സ്റ്റാമിന ഇല്ലാത്തവരാണെങ്കിൽ ക്ഷീണിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഈ പടിയിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. കാമുകന്മാർക്ക് വേണമെങ്കിൽ വരാം. വലിയ ശല്യമൊന്നും ഇല്ല. പക്ഷേ ആറാമ്പറപ്പ് വേണമെങ്കിൽ വരുന്നാൽ മതി. നാട്ടുകാരും പോലീസും കൈവെക്കും. ഇതിൻ്റെ മുകളിൽ കയറിയുള്ള വ്യൂ ആയത്. അല്ല, ഇവിടെ കൊച്ചിരി കാവൊക്കെ ഉണ്ട്. ഭക്തിയുള്ളവർക്കൊക്കെ വന്ന് വേണമെങ്കിൽ തൊഴുവാം. ഇവിടെ ഒരു കുരിയാലവനുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഏരിയയിൽ 24 മണിക്കൂർ ഇവിടെ എപ്പോഴും കാറ്റാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ ഭയങ്കര സൂര്യൻ്റെ വെട്ടമാണെങ്കിലും നല്ല ചൂടാണെങ്കിലും ഭയങ്കര കാറ്റ്. 24 മണിക്കൂറും കാറ്റ്. ഇവിടെ കാറ്റൊരിക്കലും നിൽക്കത്തില്ല. അതതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മുകളിൽ ആ കാവിൻ്റെ അവിടെ മാവിനകത്ത് നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചു. സംഭവം ഇതേ ഉരച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതിങ്ങനെ കല്ലേൽ ഉരച്ച് നമ്മൾ കളയണം. ഇതിൻ്റെ അടിയിലാണ്ട് ചൊന കാണത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറയാൻ വന്ന അവന്മാർ നമ്മളെ ട്രോളും. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കട പോലൊക്കെ ഉണ്ട്. കച്ചവടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് ചൂടുണ്ടെങ്കിലും എപ്പോഴും ഇവിടുത്തെ ഒരു കാറ്റുള്ള പോയിൻ്റാണ് ഞാൻ നേരത്തെ നിന്നത്. 24 മണിക്കൂറും കാറ്റ് കാണും. അവൻ്റെ പ്രത്യേകത. ഇവിടെ കട പോലൊക്കെ ഉണ്ട്. കച്ചവടം നടത്താൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ മലയുടെ മേളിൽ കച്ചവടം നടത്താവുന്നതാണ്. സ്പേസൊക്കെ കിടപ്പുണ്ട്.
ആണ്ട ഇത് ഇനി ഇവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ. ഇത് ഇതിൻ്റെ ഒരു വേറെ കോർണർ സൈഡ്. ഇനി നമുക്ക് ഇനി അപ്പുറത്തൊരു സൈഡിലൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ കാണിച്ചത്. ഒരു സ്റ്റെയറൊക്കെ കയറിയിട്ടൊരു മരത്തിൻ്റെ മുകളിൽ കയറുന്നത്. ഞാൻ കുറേ നേരിട്ട് തപ്പും അത് ഏത് ഭാഗത്താണ്, എനിക്ക് വഴി തെറ്റിയാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നേരെ അങ്ങോട്ട് കണ്ടില്ലേ ഫുൾ ഏരിയ കിടപ്പുണ്ട് ഇവിടുന്നേ. അപ്പോൾ ഈ ഏരിയ ഒന്ന് കയറി നോക്കട്ടെ ഈ ഭാഗത്താണോ എന്നുള്ളത് ഫുള്ള്. അപ്പോൾ ഇത് നമുക്കിവിടെ കണ്ട കുറേ പള്ളികളെ അമ്പലങ്ങളെ ഉണ്ട്. അവിടെ ക്രിസ്ത്യൻ പള്ളി ആ പോയിന്റിൽ, ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണാം. പിന്നെ അതുകൊണ്ട് ആ ഏരിയയിൽ ഒരു അമ്പലം കാണാം. സൂക്ഷിച്ചൊക്കെ ഇതിനെ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ ഒക്കത്തില്ല. പിന്നെ ആ ഏരിയയിലോട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കടലും കാണാം കേട്ടോ ആ ഭാഗത്ത്. എനിക്കൊന്ന് കൊല്ലം ബീച്ച് ആവാനാണ് സാധ്യത. ബൈനോക്കുലറുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാൻ നോക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വേറെ വഴി കിടപ്പുണ്ട്. നമ്മളിനി പാറയുടെ അപ്പുറം സൈഡിൽ എത്തണ്ടേ. ഇവിടെ കാണാനൊക്കെ ഒത്തിരി ഉണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കുമോ പാറയായിട്ട് ചുറ്റപ്പെട്ടിട്ട്. ഇതിനകത്ത് മരങ്ങളുണ്ട്, നല്ല കാറ്റായപ്പോഴും. നമ്മൾ ഈ വെയിലാണെന്ന് വിചാരിച്ചിട്ട് വന്നേ, പക്ഷേ എനിക്കത്ര ചൂടായിട്ടും തോന്നില്ല കേട്ടോ. നല്ല നല്ല അടിപൊളി തണുപ്പുണ്ട്. യെസ്, ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. അതല്ലല്ലോ, അത് വേറെ. സോറി ഗൈസ്. എനിക്കിതിനകത്തുള്ള വഴികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴി നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റ് സ്റ്റേഷനാണിത്, ഈ ഭാഗം കാണുന്നത്. അപ്പോൾ വരുന്നവർക്ക് സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിനാണ് അതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേളിൽ സ്റ്റെയർ കയറി കാണുന്ന സ്ഥലമുണ്ട്. ഇതുവഴി താഴെ കൂടെ നമുക്ക് കയറി വരാം. കയറി വന്ന് നമുക്ക് ഇവിടെ വന്ന് വേണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമുക്ക് മേലോട്ട് കയറാം. ഈ പോയിന്റിൽ ഒന്ന് കിളിയായിരുന്നു കേട്ടോ, എൻ്റെ ജീവൻ അങ്ങ് പോയി. കണ്ടോ, നല്ല രസമുണ്ടേ. ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നേ കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലോട്ട് കയറുവാണ്. ഞാൻ പറഞ്ഞ പോയിൻ്റ് അതാ കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന ആ ചെടിയുടെ മേളിലെ പാറ, അതിനകത്താണ് എപ്പോഴും കാറ്റടിക്കുന്നത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതുവഴി അത് കയറിപ്പോന്നത് നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ഇവിടെ കണ്ട ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതാണ് കണ്ടോ, ഇവിടെ ഇന്നിപ്പോൾ ഒരു സെറ്റപ്പ് ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ വെയിലില്ല. തൊട്ട് നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കി കണ്ടോ, ആ പള്ളിയുടെ അപ്പുറം കാണുന്ന പോയിന്റിൽ വെയിലുണ്ട്, ഈ സൈഡിൽ വെയിലില്ല. ഇനി ക്യാമറയ്ക്കകത്തത് എത്രമാത്രം കാണാൻ നോക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെ ഒരു ടവറിൻ്റെ മുകളിൽ ഒരു പണിക്കാരൊന്ന് പണിയുന്നുണ്ടോ, തൂണുണ്ടോ, ഇതാണ്ടോ അച്ചേട്ടൻ അവിടെ നിന്ന് പണിയാം. നല്ല ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടത്തില്ല. കുഴപ്പമില്ല. പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറേ കാടൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ കറുകപ്പുല്ല് കണ്ടോ, സോറി കറുകപ്പുല്ലല്ലോ, ഇത് ഏതാണ്ടൊരു പുല്ല. എനിക്കൊന്നും ഇവിടെ തീ എങ്ങാണ്ട് പിടിച്ചാണോ കാട് കത്തിച്ചാണോ എന്നറിയത്തില്ല. നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ നിങ്ങളിവിടോട്ട് വരണം. ഒരു നല്ല അടിപൊളി രസമാണ് കേട്ടോ. നല്ല ചൂടുണ്ടെന്നൊക്കെ വിചാരിച്ച് കയറി വന്നതാണ്, പക്ഷേ അത്രയ്ക്ക് ചൂടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഇനി ഇറങ്ങാം. നമുക്കൊരു പുതിയ ഓരോരോ കാഴ്ചകളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഇനി വിട്ട് വണ്ടി തിരിക്കുന്ന കാര്യമാണ് ഒരു ചെറിയ ചടങ്ങ്.